പക്ഷേ രാഹുൽ ഗാന്ധി തീറ്റയും വെള്ളവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഹാൻഡിലുകളാണ് ചിന്നു ശ്രീലങ്ക എന്ന ഈ അഭിനേത്രിയുടെ ഫോട്ടോ എടുത്ത് വികലമാക്കിയിട്ടുകൊണ്ട് ആഭാസത്തരകരമായിട്ടുള്ള സാധനം കിട്ടുക. അപ്പം ഇപ്പോൾ ചിന്നൂസ് മാത്രമല്ല, ഈ ചിന്നൂസിന് ഈ നാടകത്തിൻ്റെ മിസ എന്ന നാടകത്തിൻ്റെ തിരക്കഥയും സംവിധാനവും ചെയ്ത ബിച്ചു ചിലങ്ക, അദ്ദേഹം കൂടി നമ്മളോട് കൈരളി ന്യൂസിനോട് ചേരുകയാണ്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, മിസ എന്ന് പറയുന്ന അതെന്ന് പറയുന്ന ഒരു ആക്റ്റാണ്, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. അതാണ് മിസ. ആ മിസ സത്യത്തിൽ ഒരു ആക്ട് എന്നതിലുപരിയായിട്ട് ഞങ്ങൾ കാണുന്നത് അതിനൊരു ഐഡിയോളജി ആയിട്ടാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളെയും അവരുടെ ചോദ്യങ്ങളെയും നേരിടാൻ കഴിയാത്ത ഭരണകൂടം അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയോളജിയാണിത്. അത് അന്ന് മിസ്സായിട്ട് വന്നു, ഇന്നത് UAPA ആകുന്നു, പിന്നീട് കേന്ദ്ര ഏജൻസികളാകുന്നു. ചോദ്യം ചോദിക്കുന്നവരെയും എതിർ രാഷ്ട്രീയം ഉയർത്തുന്ന മനുഷ്യരെയും നിരന്തരം പീഡിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുക, അവരെ ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കുക. അത് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ നിന്നൊന്നുമല്ല, അത് ലോക മുതലാളിത്തത്തിൻ്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു തന്ത്രമാണ്. അത് അന്നത്തെ കാലത്ത് സ്റ്റാലിനെതിരെയും ഈ പറഞ്ഞിരിക്കുന്ന ചെഗുവേരയ്ക്കെതിരെയും ഫിദലിനെതിരെയും ചെയ്തത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും പാർട്ടി ജനറൽ സെക്രട്ടറിക്കെതിരെയും ഈ ഇരിക്കുന്ന ചിന്നു ശ്രീലങ്കയ്ക്കെതിരെയും സംസാരിക്കുന്ന എനിക്കെതിരെയും ചിലപ്പോൾ നിങ്ങൾക്കെതിരെയും അവർ ചെയ്യും. ചോദ്യം ചോദിക്കുന്നുണ്ടോ അവരത് ചെയ്തിരിക്കും എന്നുള്ളതാണ് കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മിസ അവർ നാടകം കണ്ടിട്ടില്ല. സത്യത്തിൽ അവർ നാടകം കണ്ടു കഴിഞ്ഞാൽ അവർ ഇതല്ല പ്രതികരിക്കുക, അവർ വേറെ രീതിക്ക് പ്രതികരിക്കും. പിന്നെ ഞാനിതിനെ സംഘപരിവാറിൻ്റെ ആക്രമണം എന്നതിലുപരിയായിട്ട് കാണുന്നത് വലതുപക്ഷത്തിൻ്റെ ആക്രമണം എന്നതാണ്. കാരണം ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് കോൺഗ്രസ് ഹാൻഡിലുകളാണ്. സ്നേഹലത റെഡ്ഡിയെ അന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച ആ മിസയെ അവർ തള്ളിപ്പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ കുറേ കാലം മുമ്പേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതൊരു മോശം അനുഭവമാണെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി തീറ്റയും വെള്ളവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഹാൻഡിലുകളാണ് ചിന്നു ശ്രീലങ്ക എന്ന ഈ അഭിനേത്രിയുടെ ഫോട്ടോ എടുത്ത് വികലമാക്കിയിട്ടുകൊണ്ട് ആഭാസത്തരകരമായിട്ടുള്ള സാധനം കിട്ടുക. അപ്പോൾ അവരുടെ അഗ്രസീവായിട്ടുള്ള വേട്ടയാടുന്ന മനോഭാവം നിർത്തിയിട്ടില്ല. അന്നവർ സ്നേഹലതയ്ക്കെതിരെ ചെയ്തു, ഇന്ന് സ്നേഹലതയെ അഭിനയിക്കുന്ന ചിന്നുവിനെതിരെയും അത് ചെയ്യുന്നു. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരാളാണ് ശശികല ടീച്ചർ എന്നിട്ട് അവരൊരു ഹാൻഡിൽ നിന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സാധനം ഇട്ടിരിക്കുന്നത്. അവർ കാരണഭൂതൻ ഇതുപോലെയൊന്നല്ല, ഇത് തിരിഞ്ഞു കൊത്തും, അവരെ തന്നെയാണ് ഇത് തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത്. അവർക്കിത് കൃത്യമായിട്ട് അറിയില്ല. അവരെ നാടകം കാണുന്നുണ്ട് എങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ട ശശികല ടീച്ചർ, നിങ്ങൾ ഈ നാടകം കാണുക, മിസ്സ എന്ന നാടകം കാണുക. കണ്ടതിന് ശേഷം നിങ്ങളും ഞങ്ങളും ഒരു മേശയിൽ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. ആഭാസത്തരം പറയുന്നത് നിർത്തിയിട്ട് രാഷ്ട്രീയം തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി ചർച്ച ചെയ്യാനുള്ള അത് മനോഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങളത് സ്വീകരിക്കും. അതല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ മാത്രം വെക്കുക. അത് ചിലവാകുന്നവരല്ല ഇന്നത്തെ കാലത്തുള്ളവർ എന്ന് മനസ്സിലാക്കുക. തലമുറ ചോദ്യം ചോദിക്കും, നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഈ രാജ്യം ആരുടെയും തറവാട്ടുവക സ്വത്തല്ല. ഇത് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് അവരുടെ ചോരയും നീരും പ്രയത്നവും കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ചുറ്റുപാടാണ്. അതിലെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. 1975 മിസ ആരംഭിക്കുകയും അത് മുന്നോട്ട് വന്ന് ജോർജ് ഫെർണാണ്ടസിലേക്ക് എത്തുകയും പിന്നീട് അത് വന്നു ചേരുന്നത് റോണ വിൽസണിലേക്കാണ്. റോണ വിൽസണിനെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? ഭീമ കൊറേഗാവ് കേസിൽ അകപ്പെടുകയും പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നൊരു കള്ളക്കേസിൽ ജയിലിൽ അകപ്പെടുകയും ചെയ്ത മലയാളിയായിട്ടുള്ള കൊല്ലംകാരനായിട്ടുള്ള റോണ വിൽസൺ. ആ റോണ വിൽസൺ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് 6.5 വർഷം അദ്ദേഹം എന്ത് ചെയ്യേണ്ടു, ഇരുട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാമ്യം പോലും അനുവദിച്ചില്ല. അവസാനം എന്ത് ചെയ്തു, ഒരു ഡിജിറ്റൽ സാങ്കേതികപരമായിട്ടുള്ളൊരു തെളിവ് വരുന്നു. നെറ്റ്വെയർ എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു, ഭരണകൂടം ഇയാളുടെ ലാപ്ടോപ്പിലേക്ക് ഇത്തരം തെളിവുകൾ ആഡ് ചെയ്യുകയായിരുന്നു. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് അത്രയും കാലം എടുക്കേണ്ടി വന്നു.
നാളെ ഞങ്ങൾക്കെതിരെ വരും, നിങ്ങൾക്കെതിരെയും വരും. ഭരണകൂടത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള കരങ്ങളാണ് ഇപ്പോൾ നമ്മൾ മിസ എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ഭരണകൂടത്തിനൊരു നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിനല്ല, നിങ്ങളെ കുറ്റവാളിയാക്കാനുള്ള തെളിവുകളാണത്. നിങ്ങൾ ചെയ്ത കുറ്റത്തിനുള്ള തെളിവുകളല്ല അവരുണ്ടാക്കുക, നിങ്ങൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് എന്ത് ചെയ്യുക അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ അകത്തൊരു കാണിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നീട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപത്തിലേക്കെത്തും. പിന്നെ സ്റ്റാൻസാമീൻ്റെ വിഷയം വരുന്നുണ്ട്. പിന്നെ വേദാന്ത പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഖനന മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ആദിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള വേട്ടയ്ക്കെതിരെ സ്റ്റാൻസാമിയുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിനെയും ജയിലിലിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ആദിവാസികളും സ്റ്റാൻസാമിയുടെ ജീവിതവും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സുധാ ഭരദ്വാജിനെ പരാമർശിച്ച് പോകുന്നുണ്ട്. അവിടുന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കെൻ ബെത്വ നദീതട പ്രൊജക്റ്റിൻ്റെ അകത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കഴുത്തിൽ തൂക്കുകയറുമിട്ട് ജലത്തിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന ആദിവാസികൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ പോരാട്ട വീതികൾ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് എത്തുന്നുണ്ട്. കർഷകരുടെ സമരം വരുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു രാജ്യത്തിൻ്റെ റോഡുകൾ വലിയ JCB കൊണ്ട് കുഴിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മുള്ളുവേലികൾ വെക്കുക, വലിയ ഇരുമ്പ് പട്ടകൾ അടിച്ച് നിരത്തുക, കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് നിരത്തുക? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ എന്തായിരുന്നു നടന്നത്? കർഷകർ അവരുടെ ആവശ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കർഷകർ നമുക്ക് ഭക്ഷണം തരുന്നവരാണ്. അവരെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ നേരെ മിസൈലുകളും റോക്കറ്റ് ലോഞ്ചുകളും ഒക്കെ വെച്ചിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ളൊരു കർഷകരുടെ സമരം ഇതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബിൽക്കീസ് ബാനു വരുന്നുണ്ട്. ബിൽക്കീസ് ബാനു എന്ന് കലാപത്തിൻ്റെ ഇരയാവുകയല്ല ബിൽക്കീസ് ബാനു ഇതിൻ്റെ അകത്ത് വരുന്നത്. കലാപം എങ്ങനെയാണ് ഭരണകൂടം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കലാപം ഭരണകൂടത്തിൻ്റെ ഒരു ടൂളാണ്. ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും അവരെ ഒരുമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മതവും ജാതിയും പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുകയും തമ്മിൽ കൊല്ലിക്കുകയും ചെയ്യുക. കാരണം ഹിറ്റ്ലർ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ തമ്മിൽ തല്ലിച്ചിട്ടാണ് അദ്ദേഹം കൊല്ലിച്ചത്. അതേ രീതി തന്നെയാണ് ഇവരിവിടെയും. ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ കാണുന്ന കമ്മ്യൂണിസ്റ്റുകൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, മറ്റ് മതവിഭാഗങ്ങളെ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരുടെ ഉള്ളിൽ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യുക, അവരെ തമ്മിൽ തല്ലിച്ച് കൊല്ലിക്കുക എന്നുള്ളതാണ്. ഇതിന് വെള്ളവും വളവും കൊടുക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് എന്നാണ്. അത് തന്നെ നമ്മൾ പറയും. അത് എല്ലാ എന്ന് അവർക്ക് ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ മിസ നാടകം നിങ്ങൾ കാണുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ നാടകത്തിൻ്റെ അകത്ത് എന്താണോ പറയുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചിന്നു ശ്രീലങ്ക മാത്രമല്ല ഇതിൻ്റെ അകത്ത് അർദ്ധനഗ്നനായിട്ട് രംഗത്ത് വരുന്നത്. ഞാൻ വരുന്നുണ്ട്. ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അധികം ആളുകൾ പലപ്പോഴും മറന്നു കളയും, ചിലപ്പോൾ ഓർമ്മിക്കുകയും ചിലപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന സഞ്ജീവ് ഭട്ടിനെ അറിയല്ലേ? സഞ്ജീവ് ഭട്ട് പറഞ്ഞ സത്യങ്ങൾ, ഗുജറാത്ത് കലാപത്തിനെ പറ്റി സഞ്ജീവ് ഭട്ട് പറഞ്ഞ സത്യങ്ങൾ ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന BJP ഭരണകൂടത്തിൻ്റെ അടിത്തറ മാന്തിയെടുക്കുന്നതായിരുന്നു. ആ വിഷയം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ആഷിഖ് ഖേദൻ, തെഹൽക്കയുടെ റിപ്പോർട്ടർ ആഷിഖ് ഖേദൻ്റെ അനുഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആഷിഖ് ഖേദൻ്റെ റിപ്പോർട്ടറിൻ്റെ അകത്തുകൂടി നമ്മൾ കാണുന്ന മറ്റൊരാളുണ്ട്, ബാബു ബജ്രംഗി. വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കിയിട്ട് അവസാനം അവർ കെട്ടിപ്പൂട്ടി പേര് പറയാൻ പേടിച്ച് മടക്കി വെച്ച പേരുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർജവത്തോടു കൂടി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സ്പോൺസർമാരില്ല, ഞങ്ങൾക്ക് വലിയ ഫണ്ടിങ് ഏജൻസി ഒന്നുമില്ല, ഞങ്ങൾക്ക് വണ്ടികളില്ല, സൗകര്യങ്ങളില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് നാടകമറിയാം, ഞങ്ങൾക്കത് പറയാനുള്ള ആർജവമുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേര്. ഒന്ന് ചിന്നു ശ്രീലങ്ക, ഞാൻ ബിച്ചു ശ്രീലങ്ക, ആദർശ്, ജയഗാന്ധി. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. പക്ഷേ നാടകത്തെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നാടകം ജനങ്ങൾക്ക് വേണ്ടി കളിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു തൽപര കക്ഷിയുടെ ഒരു ആവേശത്തിനോ ആവശ്യത്തിനോ വേണ്ടി കളിക്കുന്നതല്ല. അതുകൊണ്ട് നാടകം മുന്നോട്ട് തന്നെ പോകും.